കേരളത്തിലെ കോൺഗ്രസ് തകർന്ന് തരിപ്പണമായി. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെങ്കിൽ കോൺഗ്രസിന് അസാധാരണമായ ഐക്യം വേണം. പറയുന്നത് മറ്റാരുമല്ല, മുൻ KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസുകാർക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നതോടൊപ്പം CPMന്റെ ശക്തി എന്തെന്ന് അവരെ അറിയിക്കുകയും ചെയ്യുന്നു. CPM ഏകശിലാ വിഗ്രഹം പോലെ മുന്നോട്ട് പോവുകയാണ്. CPMന്റെ സമ്മേളനകാലം കഴിയുന്നതോടെ അവർക്കിടയിലെ അസ്വാരസ്യങ്ങളും അവസാനിക്കും. കോൺഗ്രസുകാർ തമ്മിൽ തല്ലുകയാണ്. കോൺഗ്രസുകാർ തമ്മിൽ തല്ലുന്നു എന്ന സന്ദേശം നൽകുന്നത് നല്ലതല്ല. നിയമസഭ പിടിക്കാൻ ഒന്നാം തരം അവസരമാണ്. പക്ഷേ തമ്മിൽ തല്ലുന്ന കോൺഗ്രസുകാരെ കൊണ്ട് അത് അപ്രാപ്യമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ തന്നെ ബലിമൃഗമാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. തന്നെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ധൃതി പിടിച്ചാണ് മാറ്റിയത്. ഒരു സ്വകാര്യ ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: കോൺഗ്രസിനെ സംബന്ധിച്ച് പാർട്ടി സംവിധാനം താഴെത്തട്ടിൽ സുശക്തമാണെന്ന് പറയാനാകില്ല, അതീവ ദുർബലമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഗൗരവത്തോടെ കാണണം. തെരഞ്ഞെടുപ്പ് ഫലം എതിരായാൽ അണികൾക്ക് അത് വിഷമമുണ്ടാക്കും. KPCC അധ്യക്ഷൻ എന്ന നിലയിൽ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിച്ചു. അതെൻ്റെ ദൗർബല്യമായി മാറി. പുനഃസംഘടനയ്ക്ക് വേണ്ടിയുള്ള പുനഃസംഘടനയല്ല നടത്തേണ്ടത്, ഗുണപരമായ മാറ്റമാണ് ഉണ്ടാകേണ്ടത്. മുമ്പ് 2 ഗ്രൂപ്പുകളായിരുന്നു, Aയും Iയും. ഇപ്പോൾ 2 എന്നുള്ളത് 4ഉം 5ഉമായി മാറിയിരിക്കുന്നു. ഓരോ ഗ്രൂപ്പിലും ഇന്ന് കാണുന്ന നേതാക്കളെ നാളെ കാണുന്നില്ല. കഷ്ടപ്പാടും പ്രയാസവുമൊന്നും അനുഭവിച്ചല്ല പുതിയ നേതാക്കൾ വരുന്നത്. തണലായിട്ടും നിഴലായിട്ടും വാലായിട്ടും വന്നവരാണ് പലരും. അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. കോൺഗ്രസിന് വലിയൊരു വിഭാഗത്തെ നഷ്ടപ്പെടുന്നു. അത് കോൺഗ്രസ് മെമ്പർഷിപ്പ് ഉള്ളവർ മാത്രമാണെന്ന് കരുതരുത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ പാർട്ടിക്കൊരു ബലിമൃഗത്തെ വേണമായിരുന്നു. അത് ഞാനാകട്ടെ എന്ന് വെച്ചു. എന്നെ അങ്ങനെയാണ് മാറ്റിയത്. തെരഞ്ഞെടുപ്പിന് 4 മാസം മുമ്പാണ് ഉമ്മൻചാണ്ടിയെ ചെയർമാനാക്കി ഒരു കമ്മിറ്റിയെ തെരഞ്ഞെടുപ്പ് നയിക്കാൻ AICC പ്രഖ്യാപിച്ചത്. ആ കമ്മിറ്റിയിൽ 6-മനോ 7-മനോ ആയിരുന്നു ഞാൻ. തെരഞ്ഞെടുപ്പ് എൻ്റെ നേതൃത്വത്തിൽ ആയിരുന്നില്ല എന്ന് AICC തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പവുമില്ലാതെ 140 മണ്ഡലങ്ങളിലും ഞാൻ ഓടി നടന്നു. പരാജയമെന്നത് കൂട്ടായ ഉത്തരവാദിത്വമാണ്. ലോക്സഭയിൽ വിജയിച്ചപ്പോൾ അത് ഞാൻ എൻ്റെ വിജയമാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. എന്നെ ആരും അന്ന് അനുമോദിച്ചതുമില്ല. എനിക്കത് വേണ്ട. എൻ്റെ പകരക്കാരനായി ആരെയാണ് KPCC അധ്യക്ഷനാക്കിയത്? എത്ര ധൃതി പിടിച്ചായിരുന്നു ആ തീരുമാനം! സ്ഥാനം രാജിവെക്കും മുമ്പ് ശ്വാസം വിടാനുള്ള സമയം പോലും എനിക്ക് തന്നില്ല നേതൃത്വം. ആർക്കും പ്രയാസമുണ്ടാകില്ലേ? അതിലെനിക്കും പ്രയാസമുണ്ട്. കോവിഡ് കാലത്ത് ആരും പുറത്തിറങ്ങാതിരുന്ന സമയത്ത് രാവിലെ 7:30 ഞാൻ ഇന്ദിരാ ഭവനിൽ എത്തുമായിരുന്നു. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ചുരുക്കത്തിൽ കോൺഗ്രസിന്റെ തകർച്ച തുടങ്ങി. അല്ലെങ്കിൽ ഇങ്ങനെ പോയാൽ കോൺഗ്രസ് ഇനി ഒരിക്കലും കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്നാണ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്നത്. പൊളിറ്റിക്സ് കേരള നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്തുകൊണ്ട് കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്നതിനെപ്പറ്റി ഞങ്ങളൊരു സ്റ്റോറി ഇട്ടിരുന്നു. ഞങ്ങൾ പറഞ്ഞ അതേ വാചകം തന്നെയാണ് തലമുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പറഞ്ഞിരിക്കുന്നത്. തുറന്നടിച്ചിരിക്കുന്നു മുല്ലപ്പള്ളി.